നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടായിരിക്കുമല്ലോ. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭഗവാനെ പറ്റിയാണ് ഞാനിന്ന് പറയുന്നത്. എൻ്റെ വീഡിയോ കാണുന്ന കുറച്ചു പേർക്കൊക്കെ അറിയായിരിക്കും, ഒരു 2021 തൊട്ട് ഇങ്ങോട്ട് വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് ഞാൻ കടന്നുപോയിട്ടത്. 2023 ആയപ്പോഴത്തേക്കും ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ. ഇനി എങ്ങനെ മുന്നോട്ട് പോകും, എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ തീരുമാനിക്കുകയാണ്, നമ്മളുടെ വീട് കൊടുക്കാം. നമ്മൾ അത്രയ്ക്ക് ആഗ്രഹിച്ച് ഉണ്ടാക്കിയൊരു വീട്, നമ്മൾ വാങ്ങിച്ചൊരു വീട്, അത് കൊടുക്കാമെന്ന് തീരുമാനിക്കുകയാണ് 2023. എന്തൊക്കെ ചെയ്തിട്ടും ഒരു ജോലി ഹസ്ബൻഡിന് ശരിയാവുന്നില്ല. പല അമ്പലങ്ങളിലും പോയി, പല ജ്യോത്സ്യന്മാരെയും കണ്ടു, പറയുന്ന വഴിപാടുകളെല്ലാം ചെയ്തു, എന്നിട്ടൊന്നും ഒരു ഫലവും കിട്ടുന്നില്ല. ഇതിനിടയിൽ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് വിസിറ്റിംഗ് വിസ എടുത്തിട്ട് ഖത്തറിൽ പോയി. അവിടെ ഒരു ജോലി ശരിയായി. പക്ഷെ 2 മാസമേ അവിടെ നിൽക്കാൻ പറ്റിയുള്ളൂ. അവിടെ ഒട്ടും നിൽക്കാൻ പറ്റാതെ അവിടെ നിന്ന് തിരിച്ചു പോരുകയുണ്ടായി. ആ കമ്പനിയിലെ ഓണർ ഒരു ഫ്രോഡായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പോരേണ്ടി വന്നു. ഇത് 2024 കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് വന്നിട്ട് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. മുന്നോട്ട് പോകണമെങ്കിൽ വീട് വിറ്റാലേ പറ്റുള്ളൂ, അങ്ങനത്തെ ഒരു അവസ്ഥ. അങ്ങനെ നമ്മൾ ആ ഒരു വീട് കൊടുത്തു. വീട് കൊടുത്തിട്ട് നമ്മൾ കടങ്ങളൊക്കെ തീർത്തു. ബാങ്ക് ലോൺ ഉണ്ടായിരുന്നു, അതൊക്കെ അടച്ച് തീർത്തു. അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധി. എന്നും മനസ്സിന് വല്ലാത്ത ടെൻഷൻ. ആദ്യം നമ്മളുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി, നമ്മളുടെ വീടിനുള്ളിൽ നെഗറ്റിവിറ്റി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മനസ്സിന് വല്ലാത്ത ആദിയും ഭയങ്കര സങ്കടമൊക്കെ തോന്നുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ പോയി. അതിനിടയിലാണ് ഞാനൊരു വീഡിയോ കാണുന്നത് വിഷ്ണുമായ സ്വാമിയെ കുറിച്ചിട്ട്. അങ്ങനെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അവിടെ പോകണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹം മനസ്സിൽ തോന്നി. അങ്ങനെ ആ ഒരു അമ്പലത്തിൽ ഞാൻ അങ്ങനെയാണ് അവിടെ പോകുന്നത്. ഇത്ര പ്രയറായിരുന്നു ആ ഒരു അമ്പലം. അവിടെ പോയതിന് ശേഷമാണ് എല്ലാം മാറി മറിഞ്ഞത്. ഞാൻ ഈ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് കാണാൻ തുടങ്ങിയത് അതിന് ശേഷമാണ്. ദൈവമായിട്ട് വിഷ്ണുമായ സ്വാമി പൊന്നുണ്ണി, ആ ഒരു വിഷ്ണുമായ സ്വാമിയായിട്ടാണ് ബ്രഹ്മമുഹൂർത്ത വിളക്കിൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ കണ്ണിൽ കാണിച്ചതെന്ന് ഞാൻ വിചാരിക്കണം. അതുവരെ ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഇങ്ങനത്തെ ഒരു രീതിയൊന്നും ആയിരുന്നില്ല എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. ആ ഒരു അമ്പലത്തിൽ പോയതിന് ശേഷം എനിക്ക് ഫുൾ ചേഞ്ച്. എൻ്റെ ലൈഫ് തന്നെ മാറി മറിയായിരുന്നു. എൻ്റെ തോട്ട്സ് മാറുമായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത വിധത്തിൽ എന്നെ മാറ്റിയെടുത്തു. അവിടെ പോയതിന് ശേഷം ഞാൻ പിന്നെ വിഷമിക്കേണ്ടി വന്നിട്ടില്ല. എങ്ങനെയെങ്കിലും ഞാൻ വിഷമിച്ചിരുന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ 1 മണിക്കൂറിനുള്ളിൽ എനിക്ക് ആ ഒരു എന്താ പറയുക, അതിനൊരു പ്രതിവിധി ഉണ്ടായിട്ടുണ്ടാവും. ആ ഒരു പ്രതിവിധി എനിക്ക് ദൈവം തന്നിട്ടുണ്ടാവും. അത്രയ്ക്ക് എനിക്കിപ്പോൾ വിശ്വാസമാണ് ആ ഒരു സ്വാമിയെ. ഒരു ദിവസം കാർ ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ഡേറ്റ്, പിറ്റേ ദിവസം അതിൻ്റെ ഡേറ്റാണ്, ചില ചെക്ക് ബൗൺസ് ആവും. അപ്പോൾ ഒരു നിവൃത്തിയില്ല. ഞാനിങ്ങനെ ദൈവത്തോട് പറയണേ, ഞാൻ എന്ത് ചെയ്യും ഭഗവാനെ, ഞാൻ എങ്ങനെ കാർ ലോൺ അടയ്ക്കും, ചെക്ക് ബൗൺസ് ആവുമല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ അന്ന് ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അവർ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് പ്രാർത്ഥിച്ച് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ പോണ വഴിക്ക് ഇങ്ങനെ കാർ ലോണിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴുണ്ടല്ലോ, എന്തൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ കാർ ലോണിൻ്റെ കാര്യം പറഞ്ഞപ്പം ആ ഒരു ഫ്രണ്ട് ഗണേശനോട് പറയാണ്, ഗണേശേട്ടാ ഇതാ കാർ ലോൺ അടക്കി ഇതാ പൈസ, വരണത് വരട്ടെ, നമുക്കിപ്പോൾ ഇത് അടക്കി, നമുക്ക് ബാക്കി കാര്യം പിന്നെ നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും പറയാതെ, നമ്മൾ ആളോട് ചോദിച്ചില്ല, പൈസ തരുമെന്ന് ചോദിച്ചില്ല, ഒന്നും പറയാതെ ആൾ പറയാണ്, ഇതാ ചേട്ടാ പൈസ, ചേട്ടൻ ഇത് അടക്കി, ബാക്കി കാര്യം നമുക്ക് പിന്നെ നോക്കാം. എനിക്കപ്പോഴുണ്ടല്ലോ, അയ്യോ എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. എന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥിച്ച്, എനിക്ക് വല്ലാതെ മനസ്സുരുകി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ദൈവത്തോട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ അവരുടെ കൂടെ പോകുന്നത്. അപ്പോൾ ആ വഴിയിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അങ്ങനെ തന്നെയാണ് ഓരോ കാര്യവും. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ബുദ്ധിമുട്ടും ഒന്നിനും വന്നിട്ടില്ല. ഞാൻ എന്നും ദൈവത്തിനോട്, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല ഇതുപോലെ ഒരു വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടാവും. അതെൻ്റെ വിഷ്ണുമായ പൊന്നുണ്ണി മായയാണ്. ഞാനിത്
എവിടെയും പറഞ്ഞിട്ടില്ല, ഞാനിപ്പോൾ പറയാണ്. അപ്പോൾ എന്താ പറയുക, പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ എന്നും ആ ഒരു ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത്, എൻ്റെ ഹസ്ബൻഡിന് സ്ഥിര വരുമാനമുള്ളൊരു ജോലി ഉണ്ടാക്കി കൊടുക്കണേ, അതിനുള്ള ആ ഒരു എന്താണ് അതിൽ തടസ്സം, അത് മാറ്റി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഇപ്പം അത് നടന്നു. ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കണം, ഇനി ഒരിക്കലും ഒരു വരുമാനം ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുതേ ഭഗവാനെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഒരാൾക്കും സ്ഥിരമായിട്ടൊരു വരുമാനം ഇല്ലാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുതേ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഞാനിങ്ങനെ വിഷമിച്ച് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, ഫീസൊന്നും അടയ്ക്കാൻ പറ്റാതെ മക്കളുടെ ഫീസൊക്കെ എങ്ങനെ കൊടുക്കും, എന്ത് കൊടുക്കും എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ടൈം ഉണ്ടായിരുന്നു. അതൊക്കെ ദൈവം എന്താ പറയുക, അതിനൊക്കെ വഴികൾ ഓരോന്നായിട്ട് ഉണ്ടാക്കി തന്നു. പിന്നെ എൻ്റെ അമ്മ റെൻറ്റ് കൊടുക്കേണ്ട ടൈമൊക്കെ ആകുമ്പോൾ എൻ്റെ അമ്മയാണ് നമ്മളെ സഹായിച്ചിരുന്നത്. അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മളെ ഇല്ലായ്മകളിൽ നമ്മളെ സഹായിച്ചവരെ തിരിച്ച് അവർക്കൊരു ആപത്ത് വരുമ്പം അവരെ സഹായിക്കാൻ കഴിയണേ ഭഗവാനെ എന്ന് ഞാൻ ഇപ്പോഴും വിഷ്ണുമായ സ്വാമിയോട് പ്രാർത്ഥിക്കും. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അവർക്കൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പം നമ്മളെ കൊണ്ട് പറ്റുന്നത്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എൻ്റെ പൂജാ റൂമിൽ വിഷ്ണുമായ സ്വാമിയുടെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഒരാൾ ചോദിച്ചായിരുന്നു, ഇത് വിഷ്ണുമായ സ്വാമിയാണോ പൂജാ റൂമിൽ വെച്ചിരിക്കണേന്ന്. അപ്പോൾ ഞാൻ വിഷ്ണുമായ സ്വാമീനെ പൂജാ റൂമിൽ വെച്ചിട്ടുണ്ട്. ഒരു ഫോട്ടോ ഞാനത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നും എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ ഒരാൾക്കും ദ്രോഹം ചെയ്യാനായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മളൊരാൾക്കും നല്ല ചീത്ത വരണേന്ന് വിചാരിക്കാതെ നമ്മൾ നമ്മളുടെ നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുക, നമുക്ക് ചുറ്റുമുള്ളവർക്ക് നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരിക്കലും നമുക്കൊരു ദോഷങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനീ പറയുന്നത് എന്നെപ്പോലെ എന്തെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ കഷ്ടകാലം കൊണ്ട്, കാലദോഷം, ഗ്രഹപ്പിഴ ദോഷം കൊണ്ടൊക്കെയാണ് ഒരു ദൈവങ്ങളെയും പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടക്കാതെ വരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷ്ണുമായ സ്വാമീനെ പ്രാർത്ഥിച്ചു നോക്കൂ, നിങ്ങൾ ആ അമ്പലങ്ങളിൽ പോയി നോക്കൂ. അവിടെ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും. അതിനൊരു ഉദാഹരണമാണ് ഞാൻ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.